ഇടതു സ്ഥാനാർത്ഥികൾക്ക് ഭൂരിപക്ഷം. VS പത്രിക നൽകിയത് പാലക്കാട്. നമുക്ക് ഡോക്യുമെന്ററി തയ്യാറാകണ്ടേ? പിന്നെ ദവിടെ ദിവിടെ ദതിന്റെ ദപ്പുറത്ത് എല്ലാ വീടുകളും പതിച്ചേക്കൂ പറയുന്നതായി ആരോപിച്ച് ഉമ്മൻചാണ്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുന്നു. 2 ദിവസത്തിനകം വന്നില്ലെങ്കിൽ നിയമ നടപടിയിലേക്ക് പോകേണ്ടി വരും. ഒന്ന് വിശ്വസിക്കുമോനെ, ഞാൻ സ്വല്പം പുളുവടിക്കും. ആരെയും ദ്രോഹിച്ചിട്ടൊന്നുമില്ല. ഞാൻ ഇപ്പൊ പറഞ്ഞ സത്യമായിട്ട് സത്യമാണ്. നുണ പറയുന്നതിനുള്ള തന്റെ റെക്കോർഡ് തകർക്കാൻ ആരെയും അനുവദിക്കില്ലെന്നും ഉമ്മൻചാണ്ടി. പത്രിക നൽകും മുമ്പ് സാഹിത്യകാരൻ ടി പത്മനാഭനെ കണ്ടു. പക്ഷേ ഒരു കുഴപ്പം കാണുന്നുണ്ടല്ലോ. ഇന്നത്തെ കാലത്ത് അതൊക്കെ നോക്കുമെന്നറിയില്ല. ആ കൈ ഇങ്ങോട്ട് നീട്ടിയേ, ഇതങ്ങോട്ട് പിടിക്കുക. ഇപ്പൊ എല്ലാം ശരിയായില്ലേ? ഇടത് നേതാക്കളുള്ള വേദികളിൽ മമ്മൂട്ടി തിളങ്ങുന്ന സാന്നിധ്യമാകുന്നു. മമ്മൂട്ടിയുമായുള്ള ബന്ധം ഓട്ടാക്കി മാറ്റാൻ സ്ഥാനാർത്ഥികൾ. ഞാൻ സാറിന്റെ സിനിമയൊക്കെ കണ്ടിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സാറിന്റെ. നല്ല ആക്ടിംഗ് ആണ്, നല്ല അഭിപ്രായമാണ്. മോഹൻലാൽ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നതിന്റെ കാരണം തേടി ചെന്നപ്പോൾ കിട്ടിയത് പഴയൊരു ഡയലോഗ്. ഒരു സീറ്റ് എരന്ന് വാങ്ങി, പിന്നെ നാട് മുഴുവൻ 2 കൈയും ഒട്ടിച്ച് ചേർത്ത് ചുണ്ടിലൊരു വഷളം ചിരിയും ഫിറ്റ് ചെയ്ത് നിരങ്ങി തുറന്നിരിക്കുന്ന കീശകളിലും മണ്ണാക്കിലും കാശ് തള്ളി തിരികെ കയറ്റി സ്ഥാനലബ്ധി കൈവരുത്തുന്ന കോപ്പിലെ പരിപാടിയല്ല.